മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന് 34-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ മനസ്സിലെ വലിയൊരു വേദനയാണ്. ഈശോ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിങ്ങളെ ചേർത്ത് നിർത്താൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു. ഒരു അമ്മ മനസ്സ് ഈശോയ്ക്കുണ്ട്. നമ്മെ ഓരോരുത്തരെയും ഒരു തള്ളക്കോഴി തന്റെ ചിറകിൻ കീഴെ ചേർത്ത് നിർത്തി അതിന്റെ ശത്രുക്കളിൽ നിന്ന്, ആ കുഞ്ഞുങ്ങളെ തിന്നാനായിട്ട് വരുന്ന മറ്റ് മൃഗങ്ങളിൽ നിന്ന്, മറ്റ് ജീവികളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും ഒരമ്മ മനസ്സോടെ ചേർത്ത് നിർത്തി ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ കരുതലുള്ളവനാണ് നമ്മുടെ കർത്താവ്. എത്രയോ നമ്മയൊക്കെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരമ്മ മനസ്സ് നമ്മുടെ ഈശോയ്ക്കുണ്ട്. ഒരമ്മ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ നമ്മളെ പരിപാലിക്കാനും നമ്മളെ സംരക്ഷിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സാധിച്ചു തരാനും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈശോ പറയാണ്, നിങ്ങളതിന് സമ്മതിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും അതിന് സമ്മതിക്കുന്നില്ല. ഈശോയുടെ ആ സ്നേഹം നൽകാനായിട്ട് ഈശോ ആഗ്രഹിക്കുമ്പോഴും അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കില്ല. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുമ്പോ ആ കുഞ്ഞുങ്ങൾ അതിന്റെ അരികിലേക്ക് ചെല്ലണം. ആ തള്ളയെ സ്നേഹിക്കണം, ആ തള്ളയെ വിശ്വസിക്കണം, ആ തള്ളയുടെ കരുതല് ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കണം. എങ്കിലേ അത് ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഈശോയിൽ വിശ്വസിക്കണം, ഈശോയുടെ അരികിൽ ചേർന്ന് നിൽക്കണം, ഈശോ നൽകുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോ നൽകുന്ന സംരക്ഷണവും സഹായവും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമുക്കിഷ്ടമുള്ളതുപോലെ നടന്നാലോ, നമ്മുടെ വഴിയിലൂടെ നടന്നാലോ, നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മൾ നടന്നാലോ നമുക്ക് കർത്താവിന്റെ കരുതലും സംരക്ഷണവും ലഭിക്കില്ല. നമ്മളൊക്കെ നിലവിളിക്കുക അനുഗ്രഹത്തിന് വേണ്ടി. രോഗങ്ങളിലും കടങ്ങളിലും തകർച്ചകളിലും നമ്മൾ നിലവിളിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മളിങ്ങനെ നിലവിളിച്ച് നടക്കുന്നത്? നമ്മളെ സംരക്ഷിക്കാൻ, രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ, തകർച്ചകളിൽ നമ്മളെ സംരക്ഷിക്കാൻ, പകർച്ചവ്യാധികളിൽ നമ്മളെ സംരക്ഷിക്കാൻ, പരാജയങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ, കടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ, പിശാച് നൽകുന്ന ബന്ധനങ്ങളിൽ നമ്മളെ സംരക്ഷിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈശോ ആ സംരക്ഷണം നമുക്ക് നൽകും. പക്ഷെ നമ്മളതിന് ഓരോരുത്തരും മനസ്സാവണം. അതിനുവേണ്ടി കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അമ്മ മനസ്സിന്റെ ആ സ്നേഹം, ഈശോയുടെ സ്നേഹം നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ കരുതൽ നമുക്ക് ഏറ്റുവാങ്ങാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. ഈ ദിവസത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും അങ്ങയുടെ സംരക്ഷണവും സഹായവും ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവേ, ഇവരുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ദൈവികാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.